വിഷാദരോഗം അല്ലെങ്കിൽ ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് ചിലർക്കെങ്കിലും ഒരു തമാശയാണ്. നമ്മൾ അനുഭവിക്കാത്തതെല്ലാം നമുക്ക് വെറും കെട്ടുകഥകളാണെന്ന വാചകത്തിലൂടെയാണ് പ്രശസ്ത സാഹിത്യകാരനായ ബെന്യാമൻ ആടുജീവിതത്തിലെ നജീബിന്റെ ജീവിത ദുരിതങ്ങളെ വായനക്കാർക്ക് മുന്നിൽ വരച്ചിരുന്നത്. അതുതന്നെയാണ് ഈ ഡിപ്രഷൻ എന്ന വാക്കിനെ അല്ലെങ്കിൽ അവസ്ഥയെ പരിഹസിക്കുന്നവരോടും പറയാനുള്ളത്. നിങ്ങളത് അനുഭവിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഡിപ്രഷൻ ഒരു തമാശയായി മാറുന്നത്. ആത്മഹത്യയിലേക്ക് വരെ നയിച്ചേക്കാവുന്ന ഒരു രോഗത്തെയാണ് നിങ്ങൾ കെട്ടുകഥയാക്കി മാറ്റുന്നത്. പണിയൊന്നുമില്ലാത്തവർക്ക് വരുന്ന അസുഖമാണ് ഡിപ്രഷനും മറ്റു മാനസിക രോഗങ്ങളും എന്നെല്ലാമാണ് ചിലർ പരസ്യമായി പോലും പറഞ്ഞത്. നിങ്ങൾക്ക് വിഷാദരോഗം ഒരു തമാശയായി തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അജ്ഞത കൊണ്ടാണ്. വിഷാദം എന്നത് ഒരു വ്യക്തിയുടെ ചിന്തകളെയും വികാരങ്ങളെയും പെരുമാറ്റത്തെയും ശാരീരിക പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ഗുരുതരമായ മാനസിക രോഗാവസ്ഥയാണ്. ഇത് വെറും മാനസികമായ വിഷമമോ സങ്കടമോ മാത്രമല്ല. ഒരാൾക്ക് താൽക്കാലികമായി ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സ് പോലെയോ ദുഃഖകരമായ ഒരു അവസ്ഥയോടുള്ള പ്രതികരണമായോ മാത്രം ഇതിനെ കാണാനും കഴിയില്ല. കേവല കാര്യകാരണ ബന്ധങ്ങൾക്ക് വിധേയമായി മാത്രമല്ല പലപ്പോഴും ഒരാൾക്ക് വിഷാദം ഉണ്ടാകുന്നത്. അകാരണമായും ഒരാൾ കഠിനമായ വിഷാദത്തിന് അടിമപ്പെട്ടേക്കാം. അവയെ അറിയുകയും നിരീക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. വിഷാദം എന്നത് തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ രാസപരമായ അസന്തുലിതാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു രോഗമാണ്. ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. അത് പാലിക്കാൻ ശ്രമിക്കുക. ഏറ്റവും കുറഞ്ഞത് നാം നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങളിൽ മൗനം പാലിക്കുകയെങ്കിലും ചെയ്യുക. വിഷാദരോഗം നമ്മിൽ ആരെയാണ് പിടികൂടുകയെന്നത് പ്രവചിക്കാനാവില്ല. നമ്മുടേത് ഒരു വിഷാദരോഗമാണെന്ന് പോലും പലപ്പോഴും നമുക്ക് അറിയാൻ സാധിച്ചെന്ന് വരില്ല. സ്വയം നിഗമനങ്ങളിലെത്താതെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായി വിവരങ്ങൾ പങ്കുവെക്കുക. ആവശ്യമായ ഘട്ടങ്ങളിൽ വൈദ്യസഹായങ്ങൾ തേടുക.